ഞങ്ങളിപ്പോൾ വാഗമണിലേക്കുള്ള യാത്രയിലാണ്. ആലപ്പുഴയിൽ നിന്നും വൈകിട്ടാണ് യാത്ര തിരിച്ചത്. ഇനിയിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് തണ്ണീർമുക്കം ബണ്ടിലേക്കാണ്. കുട്ടനാട് ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. കാരണം ഒരുപാട് ടൂറ് പ്ലേസുകൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ സ്ഥലം സന്ദർശിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരുപാടൊന്നും കാണാനില്ല എങ്കിലും ഇരുവശങ്ങളിലെയും ഈ കായൽ ഭംഗി കാണാൻ ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട്. ഇതിനൊരു കർഷകരുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രമാണ് ഈ തണ്ണീർമുഖത്തിനുള്ളത്. കുട്ടനാടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറുമ്പോൾ അത് കൃഷി നഷ്ടപ്പെടും. അപ്പം അത് തടയുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു ബണ്ടാണിത്. വേനൽക്കാലത്ത് നദിയിലേക്ക് പ്രവേശിക്കുന്നത്, അതായത് ഉപ്പുവെള്ളം പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബണ്ട് ഇവിടെ കേന്ദ്ര സർക്കാർ നിർമ്മിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കർഷകർക്ക് വർഷത്തിൽ 3 കൃഷി ഇറക്കാൻ സാധിക്കും എന്ന രീതിയാണ് ഇത്. ഈ വലതു ഭാഗത്ത് കാണുന്നത് റോഡ് ആണ്. ഇതുവഴിയാണ് നേരത്തെ നമുക്ക് അപ്പുറത്തെ അക്കരെ കടക്കാൻ കഴിയുന്നത്. ഈ നമ്മളിപ്പോൾ പ്രവേശിച്ചത് പുതിയ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് നിർമ്മിച്ചത് ഈ ഒരു 3-4 വർഷം ആയിട്ടേ ഉണ്ടാവുള്ളൂ. പഴയ ബ്രിഡ്ജ് അതൊരു ബ്രിഡ്ജല്ല, ഒരു റോഡായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട അതുവഴിയുള്ള ഒരു റോഡാണ് ഈ ബ്രിഡ്ജ്. ആദ്യ ബ്രിഡ്ജ് പണി 1958-ലാണ്. അതിൻ്റെ അന്ന് ആരംഭിച്ച 1975 പണി പൂർത്തിയാക്കി. ഇത് തുടങ്ങുന്നത് വടക്ക് വെച്ചൂർ മുതൽ തെക്ക് തണ്ണീർമുക്കം വരെ വേമ്പനാട്ട് കായലിന് കുറുകയാണ്. ഡിസംബർ മാസത്തിൽ ഇത് ഷട്ടർ താഴ്ത്തുകയും മെയ് മാസത്തിൽ ഉയർത്തുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബണ്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ബണ്ടിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ നിന്ന് റോഡ് വലത് ഭാഗത്തേക്ക് തിരിഞ്ഞ് അത് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. ഈ പാലം ഇപ്പം പുതുതായിട്ട് പണിതാണ്. അത്യാവശ്യം ടൂറിസ്റ്റുകൾക്ക് ഈ ഭാഗങ്ങളിൽ വന്ന് നമ്മുടെ കായൽ ഭംഗി ആസ്വദിക്കുന്നുണ്ട്. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനില്ലെങ്കിലും നമുക്ക് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ തണ്ണീർമുക്കം ബണ്ട് കഴിഞ്ഞ് ഇടയാഴത്ത് നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് പാലയിൽ നിന്ന് ഈരാറ്റുപേട്ട വഴി വാഗമണ്ണാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പോയ സമയം അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. മഴയൊന്നുമില്ല, എന്നാൽ അധികം ചൂടുണ്ട്. ആലപ്പുഴ ഭാഗത്തൊക്കെ ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കൊരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ, നമ്മൾ താഴെന്ന് വാഗമണിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഒരു റൂം ബുക്ക് ചെയ്തിട്ട് വരേണ്ടതായിരുന്നു. അവിടെ ബുക്കിങ്ങിന് റൂം അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. പിന്നെ നമ്മൾ മേളിൽ കയറിയതിന് ശേഷം, വാഗമണിൽ എത്തിയതിന് ശേഷം റൂം ബുക്കിങ്ങിന് നോക്കിയപ്പോൾ booking.com ശരി തന്നെ മറ്റു ഓൺലൈൻ ബുക്കിംഗ് ആപ്ലിക്കേഷൻസിൽ തന്നെ റൂം അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഈ ജീപ്പ് സഫാരി നടത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളിന്ന് ചാർജ് കൂടുതലായിരിക്കും വാങ്ങിക്കുന്നത്. അതുകൊണ്ട് അതും നമുക്ക് എത്ര സേഫ്റ്റി എന്ന് അറിയാമില്ല. നമ്മൾ പോയി കണ്ട് ചെയ്യുന്നത് പോലൊരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു സേഫ്റ്റി ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ഗ്രീൻ പാലസിൽ വന്നപ്പോഴും റൂം അവൈലബിലിറ്റി ഉണ്ടായില്ല. പക്ഷേ ഇത് നല്ലൊരു ഹോട്ടലായിരുന്നു എന്നാണ് കേട്ടത്. കാരണം സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ളതൊരു ഹോട്ടലായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് റൂം കിട്ടിയിട്ടില്ല. ഗുഡ് മോർണിംഗ്.
ഞങ്ങൾ ഇന്നലെ വാഗമണ്ണിലെത്തി, രാത്രി എത്തി. പക്ഷേ ഒരുപാട് ലേറ്റായി. നമുക്ക് റൂം കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ സീസൺ ടൈമാണ്. അപ്പോൾ റൂം കിട്ടുന്നതിനെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വന്ന് ഞങ്ങൾ കിടന്നു. ഇവിടെ ഒരു CC ഗ്രാൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് റിസോർട്ടിലാണ് റൂം എടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് കയറിയിട്ട് റൂം ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ രാത്രി ഞങ്ങൾ ഒരുപാട് ഒരു സ്ഥലത്ത് ഓടിയില്ല. ഇവിടെ ലാസ്റ്റ് ഇവിടെ കയറി. കുഴപ്പമില്ല, റൂമൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ അത്യാവശ്യം ഭയങ്കര വലിയ വ്യൂ ഒന്നും ഇല്ലെങ്കിലും ഇവിടുന്ന് ഒരു ബാക്ക് വ്യൂ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ രാവിലെ അത്യാവശ്യം തണുപ്പുണ്ട്. നമ്മളവിടുത്തെ പോലെയല്ല. ഇവിടെ അവിടെയൊക്കെ നല്ല ചൂടാണ് ആ പ്രദേശത്തൊക്കെ. പക്ഷെ ഇപ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം രാവിലെ വന്ന് നന്നായി നല്ല ഉറക്കമാണ്. ഇന്ന് ഇറങ്ങുകയാണ്. വാഗമണിൻ്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോയിട്ട് നമ്മൾ തിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ ഹോട്ടലിൻ്റെ മുൻവശം. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഒരു ദിവസത്തെ 2 ദിവസത്തെ സ്റ്റേക്കൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല റൂംസ് കിട്ടും. ഇപ്പം നമ്മൾ താമസിച്ച റൂംസിന് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ബാക്ക് വ്യൂ ഒക്കെ ഉള്ളതാണ്. പിന്നെ അത്യാവശ്യം കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇവർക്ക് റൂം മാത്രമല്ലാതെ ചെറിയ വില്ലകളുണ്ട്. വില്ലകൾ ഈ പാർക്കിംഗ് ഏരിയയുടെ ബാക്ക് സൈഡിലായിട്ടാണ് വില്ല. അത് അല്പം ഉള്ളിലായിട്ടാണ്, ഒരുപാടല്ല, കുറച്ച് ഉള്ളിലായിട്ടാണ് ആ വില്ല ഉള്ളത്. ഈ നേരെ മുൻവശത്ത് കാണുന്നതാണ് അവരുടെ ഔട്ട് ഹൗസ്. ഇവിടെ ഒരു റൂമും കിച്ചണും ഹാളും ഉള്ളതും 2 റൂമുള്ളതും ഉണ്ട്. നമ്മൾ പോയി ഔട്ട് ഹൗസ് കണ്ടെങ്കിലും നമ്മൾ എടുത്തില്ല. നമ്മളെ റൂമിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. മനസ്സിലായോ? ഓറഞ്ചാണ് പറിച്ചോണ്ട് പോവാൻ. ഒട്ടക്കുന്ന് വേണമെങ്കിൽ പോവുക. പൈൻ വാലിയിൽ ഒട്ടക്കുന്ന് നടക്കാൻ നമുക്ക് ഇഷ്ടമില്ല. വലിയ ചൂടിട്ടല്ലേ എനിക്ക് കണ്ടാൽ വെച്ചിട്ട് കല എന്തൊരു തണുപ്പ്. ഏകദേശം 8:30-9 മണിയോടുകൂടിയാണ് നമ്മളിവിടെ എത്തിയത്. ഇത് പൈൻ വാലിയിലേക്കുള്ള വഴിയാണ്. ഇവിടെ വഴിയോര കച്ചവടമൊന്നും അങ്ങനെ തകൃതിയായി തുടങ്ങിയിട്ടില്ല. കടകളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് മാറ്റി
ഈ കച്ചവടമെല്ലാം ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് മാത്രമാണ് അവരുടെ ജീവിതമാർഗം. ഇതെന്താണ്? നമുക്ക് മാന്യമായ രീതിയിലൊക്കെ വിലപേശാം. കൈ കറങ്ങുന്ന ഒരുപാട് വിലപേശം. കാരണം ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചൊരു ബാഗിൻ്റെ വില അവിടെ ചോദിച്ചപ്പോൾ വലിയ വ്യത്യാസം എനിക്ക് തോന്നിയില്ല. എനിക്ക് ഒരു 10 രൂപയുടെ വ്യത്യാസം മാത്രമാണ് എനിക്ക് തോന്നിയത് പുറത്തുനിന്ന് വാങ്ങിച്ചത്. ഞാൻ എടുത്തോട്ടാ പ്ലീസ്. ഇതിൽ ഞാൻ അവിടെ ചില്ലറ കൊടുക്കും. എത്ര ഇത് റേറ്റ്? ചെറിയ ഫ്രെയിം വരുമ്പോൾ 800 രൂപ. ഫ്രെയിം ചെയ്ത് വരുമ്പോൾ ഫോട്ടോ ഫ്രെയിം ലാമിനേഷൻ 800 രൂപ. സ്റ്റാൻഡ് ഉണ്ട്, ഭയങ്കര വാള് വരുന്നത്. പിന്നെ ഒരു വലിയ ഫ്രെയിം ഔട്ട് ചെയ്യുന്ന വലിയ ഫ്രെയിംസ് വലിയ വരുമ്പോൾ 1200. ഇതൊക്കെ 1200 രൂപ അല്ലേ? ഇതെല്ലാം 1200, ഇത് 500. ഇതുണ്ടല്ലോ. ഇതിന് 500 ലാമിനേഷൻ മാത്രം. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ചൂടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും പൈൻ വാലിയുടെ ഭാഗത്തൊക്കെ ചൂടുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളതുകൊണ്ട് തന്നെ ആദ്യം പൈൻ വാലിയാണത്. കുഴപ്പമില്ല, ഇവിടെ ഇപ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണുള്ളത്. ഇവിടെ ഒരു നേരത്തെ ടിക്കറ്റ് ഇല്ലായിരുന്നു. ഞാനൊക്കെ മുമ്പ് വരുന്ന ഒരു 4-5 വർഷം മുമ്പാണ് തോന്നുന്നു വരുന്ന സമയത്ത് ടിക്കറ്റ് ഉണ്ടായില്ല. ഇപ്പോൾ അഡൽട്ടിന് 10 രൂപ, ചൈൽഡിന് 5 രൂപയാണ് ടിക്കറ്റ്. പക്ഷേ കുഴപ്പമില്ല, ആ ടിക്കറ്റ് കൊടുത്താൽ നല്ല അവരിവിടെ സൈഡ് റെയിൽസൊക്കെ വെച്ചിട്ടുണ്ട്, കുറച്ച് പ്രൊട്ടക്ഷനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറ വെഡ്ഡിങ് ഷൂട്ടിന് 500-ഉം ക്യാമറ സ്റ്റിൽ ഫോട്ടോസിന് 100 രൂപീസും നമ്മളിവിടെ പേ ചെയ്യണം. നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് വരുന്ന സമയത്ത് ഇവിടെ ഈ നടപ്പാതയൊന്നും കല്ല് പാകിയിട്ടില്ല. ഇവിടെ ഒരു നടവഴി ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഓർക്കുന്നുള്ളൂ. അതൊരു സൈഡ് റെയിൽസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ടിക്കറ്റ് ചാർജൊക്കെ ഇത്ര ഉണ്ടോ, അത് ടിക്കറ്റ് കൗണ്ടർ തന്നെ ഞാൻ ഓർക്കുന്നില്ല എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ അന്നും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ കൂടുതൽ ടൂറിസ്റ്റിനെയൊക്കെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ചുകൂടെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചിട്ടാണ് വന്നത്. അതുപോലെ വാഗമണിൻ്റെ ടീ വാങ്ങിച്ചായിരുന്നു. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഇവിടെ 1/2 കിലോ 1 കിലോ അങ്ങനെ പാക്ക്ഡ് ആയിട്ട് 250 ഗ്രാമൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്.
വാലി കണ്ടു. ഇപ്പോൾ അവിടെ ചെറിയ ചൂട് തുടങ്ങി. നമ്മൾ നല്ലൊരു ടൈമിൽ തന്നെയാണ് പൈൻ വാലി വിസിറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന അഡ്വഞ്ചർ പാർക്കാണ്. അവിടെ കുറച്ച് അഡ്വഞ്ചറസ് ഗെയിംസൊക്കെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. നമ്മൾ പോയിട്ടില്ല, ഫസ്റ്റ് ടൈം പോവാണ്. ഗ്ലാസ് ബ്രിഡ്ജും റോപ്പ് സൈക്ലിംഗ്, പാരാഗ്ലൈഡിങ് അങ്ങനെയുള്ള സാഹസിക വിനോദങ്ങൾ അടങ്ങിയ ഒരു സെറ്റപ്പാണ്. അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജീപ്പ് സഫാരി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ടൈം എങ്ങനെയാണ് നോക്കിയിട്ട്